അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പാടാൻ വയ്ക്കുമെന്ന് വെച്ചിട്ട് എല്ലാം പാട്ടാക്കിയിട്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ അവഹേളിക്കുക മാത്രമല്ല, ഇസ്ലാമെന്ന് തന്നെ പുറത്തു പോകുന്ന മുർത്തദ്ദാകുന്ന പാട്ടുകൾ പാടുക. മുർത്തദ്ദാകുന്ന പാട്ടുകളൊക്കെ പാടിയിട്ട് എന്താണ് ഇവർക്കൊക്കെ കിട്ടാൻ പോകുന്നത്? ഇവർ കുരുവട്ടൂരിൻ്റെ ആളാണ് ഇവന്. പക്ഷേ ഇവൻ്റെ പാട്ട് നല്ല രസമാണ് കേൾക്കാൻ, നല്ല രീതിയൊക്കെ ഉണ്ട്. നല്ല ഉഷാറായിട്ട് കറുത്ത തലയിക്കെട്ട് നാഗൂർ കെട്ടണീന്, കണ്ണൂർ കെട്ടണീന് കറുത്ത തലയിക്കെട്ടും കറുത്ത കുപ്പായൊക്കെ ഇട്ട് ഇരുന്ന് മീശൊക്കെ ഇങ്ങനെ വടിച്ച് ചുണ്ടനെല്ലിൻ്റെ മാതിരി ആക്കി ഇരുന്നിട്ട് ഇങ്ങനെ പാടുന്നത് മുഴുവൻ കുഫിരിയത്തായ പാട്ട്. ഇതൊന്ന് കേട്ടോ കാണി. മടവൂരിന് കറാമത്തുണ്ട് എന്നുള്ള കാര്യം നമ്മൾ വിശ്വസിക്കുന്നവരാണ്. മടവൂര് മഹാനാണ്, മടവൂര് വലിയ മഹാനാണ് എന്നുള്ള കാര്യത്തിലൊന്നും നമ്മളെ കൂട്ടത്തിൽ ആർക്കും തർക്കമല്ല. മടവൂരിൻ്റെ പേരിൽ കാലങ്ങൾക്ക് മുമ്പേ നമ്മൾ ഫാത്തിഹ ഓതി മടവൂരിൻ്റെ പേരിൽ നീർച്ച നടത്തി. മടവൂരിനെ നമ്മൾ സ്നേഹിക്കണ മാതിരി ഒരാരും സ്നേഹിക്കണില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇവരുടെ ഈ പാട്ട് കൊണ്ടും ഇവരുടെ ഈ സംസാരം കൊണ്ടൊക്കെ ജനങ്ങളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം വരുത്തുക എന്നല്ലാതെ എന്ത് കാര്യം? ഇന്നലെ മിനിഞ്ഞാന്നേറ്റ് എനിക്ക് എറണാകുളത്ത് നിന്ന് ഒരു ടീച്ചർ വിളിച്ചിട്ട് പറയാം, ഇവൻ്റെ പാട്ട് കേട്ടിട്ട് ഇവന് എന്താണ് ഈ പാടുന്നത്? ഞാനൊക്കെ അയാളെ വലിയ മഹാനായി കണ്ടുകൊണ്ടാണ് കൊണ്ടുനടക്കുന്നത്. പക്ഷേ ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് പലതും പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ എന്തുകൊണ്ട്? ഈമാൻ നഷ്ടപ്പെടുത്തുകയാണ് മറ്റുള്ളവരെ. കാരണം ഇങ്ങനെയാണല്ലോ നമ്മൾ പഠിക്കുന്ന പഠനം, നമ്മൾ പഠിച്ചത്, നമ്മൾ കേട്ടത്, ഇതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് പാടുക, പറയുക. ഇതാണല്ലോ ഇപ്പോൾ ഇന്ന് കുരുവട്ടൂരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ അവരോ മുർത്തദ്ദിൽ എന്നിട്ട് മറ്റുള്ളവരെയും മുർത്തദ്ദാക്കുന്ന അതാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ ഈ പാട്ടൊന്ന് കേട്ടു നോക്കൂ. ആരാ ഈ കാലഘട്ടത്തിൽ അതിന് നിന്നിരുന്നത്? ഇപ്പോൾ പഴയ കാലഘട്ടത്തിൽ പല പരിഹാസങ്ങളും മറ്റും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല. ജനങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടു. എന്നിട്ട് കല്ലെറിഞ്ഞവർക്കെല്ലാം കാപ്പൂര് ആയിക്കോട്ടെ, ബാക്കിയും പാടണ്ടേ. ഇതായിരിക്കെങ്കിലും ഒന്ന് മനസ്സിലായോ എന്ന് പറയണം. കൊല്ലു കലാമും മടവൂര്. അപ്പോൾ എറിഞ്ഞ കല്ലുമ്പോൾ മുഴുവൻ മടവൂര് എന്ന് എഴുതിയിരിക്കുന്നു. എന്താണെന്നറിയില്ല. അതാർക്കെങ്കിലും മനസ്സിലായവരുണ്ടെങ്കിൽ കമൻറ്റിലൊന്നും അറിയിക്കും. കല്ലെറിഞ്ഞവർക്കെല്ലാം കാഫൂര്. ഇനിയുള്ള പാട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പാട്ട്. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. മഹ്ദി ഇമാം വരുന്ന അന്ന് നിയമം മടവൂരാണ് പറയാം. ഇവനൊക്കെ എവിടുന്ന് വണ്ടിയേറിയാനാ? ഇവനൊക്കെ എവിടുന്നാ വരുന്നത്? മഹ്ദി ഇമാം വരുമ്പോൾ മഹ്ദി ഇമാം വരുന്ന സമയത്ത് നിയമം മടവൂര് പറയും. എന്താണ് ഇവനൊക്കെ ഈ പാടുന്നത്? എന്താണ് ഈ പറയുന്നത്? ജനങ്ങളെ ഇസ്ലാമിൽ നിന്ന് പുറത്ത് പോയിക്കുന്ന രൂപത്തിലുള്ള പാട്ടല്ലേ ഈ പാട്ട്. ഓരോ പുറത്തു പോയി. അവനൊക്കെ ശരിക്കും വേലായുധെന്ന് പേരിടേണ്ടവർക്ക് എത്തിയിട്ടുണ്ട്. തലി കെട്ടിയെന്നുള്ളൂ. ദജ്ജാലിൻ്റെ മൂർധാവ് വെട്ടി വീഴ്ത്തും മടവൂര്. അപ്പോൾ ദജ്ജാലിനെ കൊല്ല മടവൂരാണ്. സഹോദരന്മാരെ, നിങ്ങൾ കേട്ടിക്കുന്നത് അങ്ങനെയാണോ? നിങ്ങൾ പഠിച്ചിട്ടുള്ളത് അങ്ങനെയാണോ? മഹാനായ മഹ്ദി ഇമാം വരലും അതുപോലെ തന്നെ ദജ്ജാലിനെ കൊല്ലലും ഒക്കെ ഇങ്ങനെയാണോ നിങ്ങൾ കേട്ടിട്ടും പഠിച്ചിട്ടുമുള്ളത്? ദജ്ജാലിൻ്റെ മൂർധാവും അത് വെട്ടുക, ദജ്ജാലിൻ്റെ മൂർധാവ് വെട്ടുക, അത് മടവൂരാണ്. ഇതൊക്കെ ഈ രൂപത്തിൽ വിശ്വസിച്ചാൽ തന്നെ ഇസ്ലാമെന്ന് പുറത്തു പോകില്ലേ? ഇങ്ങനെയാണോ നമ്മളെ വിശ്വാസം? ഇങ്ങനെയാണോ നമ്മളെ അഹ്ലുസുന്നയുടെ വിശ്വാസം? അഹ്ലുസുന്നയിൽ മടവൂര് വലിയ മഹാനാണ്,
മടവൂരിന് വലിയ കറാമത്തുള്ള ആളാണ്, ഖുതുബുൽ ആലമാണ് എന്നൊക്കെയാണ്. പക്ഷേ മടവൂര് ദജ്ജാലിൻ്റെ മൂർത്താവ് വെട്ടി വീഴ്ത്തൽ മടവൂരാണ് എന്നാണോ നമ്മൾ കേട്ടിക്കണത്? ദജ്ജാലിനെ കൊല്ല് ആരാന്നാ കേട്ടിക്കണേ നമ്മൾ? ഈസാ നബി വരുന്നല്ലേ? ഈസാ നബിയാണ് ഈ കാര്യങ്ങൾ ചെയ്യണല്ലേ? എന്നിട്ട് നഊദു ബില്ലാ മുർത്തദ്ദാകുന്ന കാര്യങ്ങൾ പാടി പറയുകയാണ്. മുർത്തദ്ദാകുന്ന കാര്യങ്ങൾ ഇസ്ലാമെന്ന് പുറത്തു പോകണം. എന്തൊരു കഷ്ടം! ഈ 21-ാം നൂറ്റാണ്ടിൽ ജനങ്ങളെ മുഴുവനും വഴിപഴപ്പിക്കുക, ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു കുരുവട്ടൂരികൾ എന്ന് പറഞ്ഞ ഒരു സംഘം, അത് നല്ല ഒരു ഉപജാഗവ സംഘം തന്നെയാണ്. കാരണം വലിയ തലീകെട്ടൊക്കെ കെട്ടി വാരൊക്കെ വെച്ച് നല്ല അടിപൊളി താടി, അങ്ങനെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പുറത്താക്കാൻ വേണ്ടിക്കൊണ്ട് ഇബ്ലീസ് പേപ്പിക്കാൻ വേണ്ടിക്കൊണ്ട് ഇബ്ലീസ് ചെന്നല്ലോ വലിയ മൂലികര കോലത്തിൽ. ആ ഒരു രൂപത്തിലാണ് ഇന്ന് ആരുള്ളത്? കുരുവട്ടൂരികളുള്ളത്. സത്യത്തിൽ അവർ പിഴയ്ക്കുക എന്ന് മാത്രമല്ല, അവർ ഇബ്ലീസിൻ്റെ ത്വരീഖത്തിൽ എന്ന് മാത്രമല്ല മുഴുവൻ ആളുകളെയും. കാരണം ഈ പാട്ടുകാരനെ ന്യായീകരിച്ചവരാണ് ആര്? കുരുവട്ടൂരികൾ. പാട്ടുകാരൻ പാടട്ടെ നല്ല പാട്ട് പാടട്ടെ എന്ന് പറഞ്ഞ് ന്യായീകരിച്ചു. പക്ഷേ നല്ല പാട്ട് ആ ചങ്ങായി പാടുകയാണെങ്കിൽ കേൾക്കാൻ നല്ല രസമുണ്ട്, ഇമ്പുള്ള പാട്ടാണ്. പക്ഷെ പാടുന്ന പാട്ടുകൾ നോക്കുമ്പോൾ ഓരോ പാട്ടുകളും കുഫിരിയത്തിൻ്റെ പാട്ടാണ്, ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന പാട്ട്. നല്ല പാട്ട്. ഇനി റബീലവരൊക്കെ വരുന്നത് നല്ല പാട്ടിറക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് മാറസിലെ കുട്ടികൾക്ക് കൊടുക്കണമെങ്കിലും നല്ല പോലുള്ള പാട്ടുണ്ടാവും. പക്ഷേ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് വെച്ചാൽ പാന സ്ഥലത്ത് കൂടി പുല്ല് മുളക്കൂല പള്ളിക്കല മൂലിയർ. ആ ജാതി പാട്ടല്ലേ ഈ പാട്ട്. ഏതെല്ലാം രൂപത്തിൽ പാട്ടുണ്ടാക്കാം, മനുഷ്യരെ വശീകരിക്കാൻ പറ്റിയ നല്ല രസകരമായ പാട്ട്. ഇവനെ നല്ല പാടാനും വയ്ക്കും, അടിപൊളിയായിട്ട് പാടാനും വയ്ക്കും. ഓൻ്റെ മൂതറിട്ടിക്കണേനെ കണ്ടെങ്കിൽ ഓൻ്റെ കയ്യുമേ ഓൻ്റെ മൂതറിട്ടിക്കണേ കണ്ടാൽ തന്നെ ഓൻ്റെ തേരണ്ടി വാര അച്ചാറിൽ മുക്കിയിട്ട് ഓനെ തലണം. ആ ജാതി കോലത്തിലാവും മൂതറിട്ടിക്കണം. ചൂണ്ടുവരലുമേ മൂതറിട്ടിക്കണം. ചൂണ്ടുവരലുമേ മൂതറിട്ട് കണ്ടു. ഓൻ്റെ ഷെയ്ഖിൻ്റെ കയ്യുമ്മി അങ്ങനെ തന്നെ കണ്ടിക്കണത്. അങ്ങനെ യഹിയൽ ബുഖാരിൻ്റെ കയ്യുമ്മിയും കണ്ടിക്കണ ഞാൻ ചൂണ്ടുവരലുമേ മൂതറിട്ട്. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. എന്നിട്ട് ഷെയ്ഖ് കെട്ടുക, ഔലിയ കെട്ടുക. ഷെയ്ഖ് കെട്ടലോ ഔലിയ കെട്ടലോ അങ്ങനെ ആകണതല്ല. അത് അല്ലാഹു തആല നൽകന്നെ വേണം. അതാണ് മടവൂര് വലിയ മഹാനാണ്, വലിയാണ്, ഖുതുബുൽ ആലമാണ്. അതിനൊന്നും യാതൊരു തർക്കമില്ല. പക്ഷേ ഈ പാടിയത് മുഴുവനും കുഫ്രിയത്തിൻ്റെ വാദമായ പാട്ടുകളാണ്. മഹ്ദി ഇമാമിനെ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുമെന്നും, അതുപോലെ തന്നെ ദജ്ജാലിൻ്റെ മൂർത്താവ് വെട്ടൽ മടവൂരാണ് എന്നും, ഈസാ നബിയുമായി കൊണ്ടുള്ള സംഭാഷണം നടത്തും. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ എന്ത് മനുഷ്യന്മാരെ വിശ്വാസം? ആരെ വിശ്വാസം? നമ്മളൊക്കെ പഠിച്ചതുണ്ടല്ലോ മദ്രസയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇറക്കിയ ബുക്കുകൾ. ആ ബുക്കുകളിൽ നിന്ന് 2ാം ക്ലാസ് മുതലേ പഠിച്ചു പോരുന്നുണ്ട്. അന്ത്യനാളെ സംബന്ധിച്ച് ആ വിഷയത്തിൽ പഠിച്ചതുണ്ടല്ലോ ഓരോരുത്തരും. വലിയ ക്ലാസ്സിലേക്ക് എത്തുന്നത് അവിടെ നിൽക്കട്ടെ, കിതാബിലൊക്കെ ഉള്ളത് അവിടെ നിൽക്കട്ടെ. കിതാബിൽ നിന്നൊക്കെ പരതിയിട്ട് കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ട് ഇറക്കിയ ബുക്കിൽ തന്നെ അതിനെ സംബന്ധിച്ചൊക്കെ പഠിപ്പിക്കുന്നു. എന്നിട്ട് ജനങ്ങളെ വഴി പഴിപ്പിക്കും, ജനങ്ങളുടെ ചിന്തകളെ മാറ്റിമറിപ്പിക്കും. മടവൂരിനെ സംബന്ധിച്ച് ഇഷ്ടംപോലെ നല്ല പാട്ട് പാടാം, ഒരുപാട് നല്ല നല്ല പാട്ടുകൾ പാടാനുണ്ട്. എത്രയോ നല്ല പാട്ടുകൾ പാടിക്കഴിഞ്ഞാൽ ജനങ്ങളത് കേൾക്കാനും ഇമ്പമുണ്ടാവും, കേൾക്കും ചെയ്യും. മടവൂരിനെ സംബന്ധിച്ചാണെങ്കിലും വേറെ ആരെ സംബന്ധിച്ചാണെങ്കിലും. പക്ഷേ ഇത് ഇപ്പം മുന്നേ പാടിയത് ബദിരീങ്ങളിൽ മേലെയാണ് മടവൂര്.
ബദിരീങ്ങളിൽ മേലെയാണ് മടവൂര് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുന്നപ്പാടിൻ്റെ പാട്ട്. ബദിരീങ്ങളാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ ബദിരീങ്ങളെ നേതാവ്. അവർ മേലെയാണ് മടവൂര്. ഇതൊക്കെ പാടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുക പ്രിയപ്പെട്ട കൂട്ടുകാരെ? ഇസ്ലാമെന്ന് പുറത്തു പോയില്ലേ? ആയതുകൊണ്ട് ഈ ആദി കൂട്ടരുടെ പാട്ടിനോടൊപ്പം ആരും നിന്നു പോകരുത് എന്ന് സാന്ദർഭികമായി കൊണ്ട് സൂചിപ്പിക്കുകയാണ്.